വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. സുഹൃത്തുക്കളായ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പ്രണാമം. നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് രാമായണത്തിൻ്റെ മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയാണ്. മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ്റെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ഇന്ന് മൂലം നക്ഷത്രവും അതോടൊപ്പം തന്നെ ചതുർദശിയും കൂടിയാണ്. അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ വിശേഷമായിട്ടുള്ള ഒരു ദിവസമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഭാഗം, നമ്മൾ രാജസദസ്സിലേക്ക് പുതിയൊരാൾ വന്നിരിക്കുന്നു എന്നാണ്. വന്നത് വേറെ ആരുമല്ല, വിശ്വാമിത്രനാണ്. വിശ്വത്തെ മുഴുവൻ പിടിച്ചു നിർത്താൻ കഴിവുള്ള വിശ്വാമിത്ര മഹർഷി ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ട് ദശരഥനോട് പറയുകയാണ്, ഞങ്ങൾ യാഗം ചെയ്യുമ്പോൾ ഈ യാഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അസുരന്മാർ വരുന്നുണ്ട്. അപ്പോൾ ആ അസുരന്മാരെ ഒന്ന് നിയന്ത്രിക്കാൻ അങ്ങയുടെ മക്കൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം അയക്കണം എന്നാണ്. വിശ്വാമിത്രൻ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് തകർന്നു. കാരണം തന്നെ ഏറ്റവും കൂടുതൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി വളരെയധികം സ്നേഹത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ശ്രീരാമചന്ദ്രന്മാരെ അസുരന്മാരുടെ അടുക്കിലേക്ക് വിടുകയും യുദ്ധം ചെയ്യുന്നത്. അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി എങ്ങോട്ടും അയച്ചിട്ടില്ല. അവരെ എങ്ങനെയാണ് പ്രത്യേകിച്ച് അസുരന്മാരുടെ എതിരായിട്ട്. അപ്പം അദ്ദേഹത്തിന് തിരിച്ചൊരു മറുപടികൾ പറയാനൊന്നും സാധിക്കാതെ വന്നപ്പോൾ ദേവഗുരുവായി അവിടുത്തെ വസിഷ്ഠ മഹർഷി, അവരുടെ ഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങ് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കയ്യിലിരിക്കുന്ന യോഗദണ്ഡ് കൊണ്ട് നിലനിർത്തിച്ച ആളാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്ര മഹർഷിയുടെ അടുക്കലേക്ക് തൻ്റെ മക്കളെ അവരോടൊപ്പം അയക്കുന്നതിൽ അങ്ങ് ഒരിക്കൽ പോലും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ സംഭവിച്ചതിൻ്റെ പുറകിൽ വളരെ വലിയ കാര്യങ്ങളുണ്ട്. അങ്ങ് അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങ് ബ്രഹ്മാവിൻ്റെ പുത്രനായിരിക്കുന്ന കശ്യപ പ്രജാപതിയാണ്. അതോടൊപ്പം തന്നെ അങ്ങയുടെ ഭാര്യയായിരിക്കുന്ന കൗസല്യ എന്ന് പറയുന്നത് കശ്യപ പ്രജാപതിയുടെ ഭാര്യയായിരിക്കുന്ന അതിഥിയാണ്. അപ്പോൾ നിങ്ങളുടെ പുനർജന്മമാണ് ദശരഥനും കൗസല്യയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകനായിട്ട് വന്ന് പിറന്നിരിക്കുന്ന ശ്രീരാമചന്ദ്രന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടേണ്ടത്? ഒരു ഭയവും വേണ്ട. ധൈര്യമായിട്ട് വിശ്വാമിത്ര മഹർഷിയോട് കൂടി തൻ്റെ മക്കളെ അയക്കൂ. അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. ഇത് കേട്ടിട്ട് വളരെ വിഷമിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും, പക്ഷേ ഇതിൻ്റെ ആ കാര്യം പ്രധാനമായിട്ടുമുള്ളൊരു കാര്യം, തൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമർഹിക്കുന്ന ബഹുമാനമർഹിക്കുന്ന ആളായിരിക്കുന്ന വസിഷ്ഠ മഹർഷി പറയുമ്പോൾ അതിനെ തള്ളിക്കളയാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ദശരഥ മഹാരാജാവ് അത് തൻ്റെ മക്കളെ രണ്ടുപേരെയും അങ്ങോട്ട് കൂടെ പറഞ്ഞു വിടുകയാണ്. അവർ വളരെ സന്തോഷവാന്മാരായിട്ടാണ് അവർ കൂടെ പോയത്. കാരണം ഇങ്ങനൊരു നല്ല ചാൻസ് കിട്ടുകയല്ലേ അവരുടെ പഠിച്ച കാര്യങ്ങളിലൊന്ന് പ്രയോഗത്തിലേക്ക് എത്തുവാൻ. അപ്പോൾ അങ്ങനെയാണ് അവർ വിശ്വാമിത്ര മഹർഷിയോടുകൂടി അവർ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പോവുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇവർക്ക് വിശപ്പിൻ്റെ കാര്യം കാണുമ്പോൾ, വിശപ്പ് ഒത്തിരി ഉണ്ടാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി അവർക്ക് 2 മന്ത്രങ്ങൾ അവർക്കവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശപ്പും ദാഹവും മാറുന്നതിന് വേണ്ടിയിട്ട് ബലയും അതിബലയും മന്ത്രങ്ങൾ, ദാഹവും വിശപ്പും ഉണ്ടാകാതിരിപ്പതിനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ 2 ബാലന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ എന്നാണ് പറയുന്നത്. അതായത് വിശപ്പും ദാഹവും ഒന്നും മാറുന്നതിന് വേണ്ടിയിട്ട് ബലയെന്നും അതിബലയെന്നും പറയുന്ന 2 മന്ത്രങ്ങളും, അമൃതോ ബലമസ്തി തേജ അതിബല അർക്കാസ്തി ഭൂയ എന്നാണ് ആ 2 മന്ത്രങ്ങളും.
ഈ 2 മന്ത്രങ്ങൾ ജപിച്ചാൽ നമുക്ക് വിശപ്പും ദാഹവും ഒന്നും അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. ഇതിലുണ്ടാകുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് അതിനെ ആക്ഷേപിക്കപ്പെടുകയാണ്. രാമായണത്തിൽ നിങ്ങൾക്ക് ഇത് ജപിക്കാൻ വിശപ്പും ദാഹവും ഒന്നും അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബലയും അതിബലയും എന്ന് പറയുന്ന 2 മന്ത്രങ്ങൾ, അല്ലാതെ വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വേദന ഉണ്ടാകാതിരിക്കുന്നതിനല്ല മരുന്ന്, ഉണ്ടാകുന്ന വേദനയെ നമുക്ക് അനുഭവപ്പെടാതിരിക്കാനാണ് നമ്മൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നതും അത് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. പറയുന്നത് പോലെ ബലയും അതിബലയും എന്ന് പറയുന്ന 2 മന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇരുന്ന സമയത്താണ് അവർ യാത്രകൾ തുടരുകയും യാഗങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെ പോകുന്ന സമയത്ത് പറയുന്നു, ഈ കാട്ടിലൊരു രാക്ഷസിയുണ്ട്, അവളുടെ പേര് താടക എന്നാണ്. ആ താടക വരുന്നത് പല രീതിയിൽ നിന്നാണ്. ഒരു മൃതദേഹത്തിൽ നിന്നും രത്നാഭരണങ്ങൾ അണിഞ്ഞ് വളരെ സുന്ദരിയായിരിക്കൊണ്ട് പല രൂപങ്ങളിൽ വന്ന് പലരെയും പല വിധത്തിൽ വന്ന് ഉപദ്രവിക്കുന്നവളാണ് താടക. അവളുടെ വരവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ താടക കാട്ടിലെത്തി ഞാണിൻ്റെ ശബ്ദം കേട്ടിട്ട് താടക എത്തുകയും താടകയെ കൊല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ക്രുദ്ധനായ രാക്ഷസിയെ അവിടെ ക്രുദ്ധയായ രാക്ഷസി രാമൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ തൻ്റെ അമ്പിൽ നിന്നും വന്ന ഒരു വില്ല് കൊണ്ട് അതിൽ നിന്നും മരിച്ച താടകയുടെ ശരീരത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ സുന്ദരിയായിരിക്കുന്ന ഒരു യക്ഷി അതിൽ നിന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പല ശാപങ്ങൾ വന്നതാണ്, അങ്ങയുടെ ഒരു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അത് കഴിയുമ്പോൾ അവരടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ പോകുന്ന പോക്കിൽ ഒരുപാട് പുതിയ പുതിയ അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടപ്പെടേണ്ട അറിവുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്കൂളുകളിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സജ്ജനങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ടതിലൊന്നായിരുന്നു. അങ്ങനെ വിശ്വാമിത്ര മഹർഷി പല ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങളെപ്പറ്റി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം അവിടെ വിശ്രമിച്ചിട്ട് അടുത്ത ദിവസം വനപ്രദേശത്തെ കാമാശ്രമത്തിലേക്ക് ഒരു രാത്രി കഴിച്ചു കൂട്ടിയിട്ട് അടുത്ത പ്രഭാതത്തിൽ സന്ധ്യാവന്ദനം നടത്തിയിട്ട് യാത്ര തുടർന്ന് സിദ്ധാശ്രമത്തിലെത്തിയ വിശ്വാമിത്രനെയും കുമാരന്മാരെയും മുനിശ്രേഷ്ഠരെയും അവരവിടെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു, ശ്രീരാമചന്ദ്രൻ അവരോട് പറയുന്നുണ്ട്, അല്ലയോ മുനിമാരെ, നിങ്ങൾ ധൈര്യപൂർവ്വം യാഗം ചെയ്യൂ, നിങ്ങൾ ധൈര്യപൂർവ്വം യാഗം ചെയ്തു. വിശ്വാമിത്രൻ്റെ മക്കളായിരിക്കുന്ന ഞങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് യാഗങ്ങൾ ആരംഭിക്കട്ടെ എന്ന് പറയുന്നു. ധൈര്യപൂർവ്വമുള്ള ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷവാന്മാരായിരിക്കുന്ന മുനിശ്രേഷ്ഠന്മാർ അവർ യാഗം തുടങ്ങുകയും ആ യാഗത്തിൻ്റെ പ്രാധാന്യങ്ങൾ ഇങ്ങനെ നടന്ന് ധൂപങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് കണ്ടപ്പോൾ അസുരന്മാർ ദൂരെ നിന്ന് എത്തുകയും ആ അസുരന്മാർ അവരവിടേക്ക് രക്തത്തിൻ്റെ മഴ പെയ്യിക്കുന്നു. കാരണം എന്താണ്? അവിടെ അശുദ്ധിയാക്കാൻ. പക്ഷെ ഇതെല്ലാം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണൻ്റെയും ആയുധങ്ങൾ കൊണ്ട് അതെല്ലാം അങ്ങ് തടഞ്ഞുപോയി. അതായത് വന്നിരിക്കുന്നത് മാരീചനും സുബാഹുവുമൊക്കെയാണ്. സുബാഹു ഇപ്പോഴാണ് ഒരു അമ്പേറ്റ് മരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ മാരീചനെ നമ്മൾ ഇനിയും പിന്നീട് വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ രാമബാണം കൊണ്ട് സുബാഹു മരിച്ചു വീണത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ കണ്ട് ഭയന്ന മാരീചൻ ഓടി കടലിൽ പോയി വീണു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇങ്ങനെ വളരെയധികം വിഷമിച്ചിട്ട് ശ്രീരാമൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭക്തവത്സലനായ രാമദേവൻ അഭയം നൽകുന്നവർക്ക് അന്നു മുതൽ മാരീചന് ശ്രീരാമൻ്റെ ഭക്തനായ കഥയും കൂടിയാണ് ഇതിനകത്തിൽ. കാരണം നല്ലത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളുന്നവന് തൃപ്തിയാകും, അത് നിർത്തും. അത് അങ്ങനെ ഒരു സങ്കല്പത്തെ പറയാൻ നമുക്ക് ഇതിനകത്തിൽ അങ്ങനെ കാണാം. അപ്പം അങ്ങനെ ഈ യാഗരക്ഷയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പ്രധാനമായിട്ടും വിശ്വാമിത്രൻ തൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന്
ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. കാരണം, അല്ലയോ ശ്രീരാമചന്ദ്ര, ഇനി അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ്, ശ്രീരാമ, ഇവിടെ അടുത്തൊരു രാജ്യമുണ്ട്. വിദേഹം എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അവിടെ ത്രയംബകം എന്ന് പറയുന്ന ഒരു ശൈവചാപം ഇരിപ്പുണ്ട്. പണ്ട് മഹാവിഷ്ണുവും ഭഗവാൻ പരമേശ്വരനും കൂടി യുദ്ധം ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായ ഗാന്ധീവം എന്ന് പറയുന്ന വില്ല് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ത്രയംബകം എന്ന് പറയുന്ന വില്ല് ശിവൻ്റെയുമായിരുന്നു, ഭഗവാൻ പരമേശ്വരൻ്റെയുമായിരുന്നു. ആ ഗാന്ധീവം ഇരിക്കുന്നത് ഇപ്പോൾ പരശുരാമൻ്റെ കയ്യിലാണ്. പക്ഷേ ഈ ത്രയംബകം എന്ന് പറയുന്ന വില്ലിരിക്കുന്നത് വിദേഹ രാജ്യത്ത് ആണ്. അവിടെ ജനക മഹാരാജാവ് എന്നൊരാളുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി ഈ ഒരു ശൈവജാപത്തെ കണ്ട് വണങ്ങി വരാം എന്ന് പറഞ്ഞ് തൊഴുകകളോടുകൂടി ശ്രീരാമചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുപുഞ്ചിരിയോടുകൂടി വിശ്വാമിത്ര മഹർഷി പറയുമ്പോൾ ആ വിശ്വാമിത്ര മഹർഷിയുടെ കണ്ണുകളിൽ എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ നമുക്കവിടെ കാണുവാൻ സാധിച്ചു. ആ നിഗൂഢതകൾ എന്തായിരുന്നു എന്ന് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. രാമായണത്തിൻ്റെ കർക്കിടക മാസത്തിൻ്റെ 4-ാം ദിവസമായ നാളെ നമുക്കത് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് 3-ാമത്തെ ദിവസമായിരിക്കുന്ന നമ്മൾ ഇന്ന് ചിന്തിക്കപ്പെടേണ്ട വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്നത് വിശപ്പും ദാഹവുമാണ്. ഈ വിശപ്പും ദാഹവും വരെ മാറുന്നതിന് പ്രാർത്ഥനകളുണ്ട്. ബലയെന്ന് പറയുന്നതും അതിബലയെന്ന് പറയുന്നതുമായ മന്ത്രങ്ങൾ. ആ ബലയും അതിബലയും എന്ന് പറയുന്ന മന്ത്രങ്ങൾ, അമൃതോ ബലമസ്തി തേജ അതിബല അർക്കാസ്തി ഭൂയ എന്ന് പറയുന്ന ബലയും അതിബലയും മന്ത്രങ്ങൾ. അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്. വിശ്വാമിത്ര മഹർഷിയെയും ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും എല്ലാം നമ്മൾ ഇതിലൂടെ കാണുന്നതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസത്തിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. നമസ്കാരം.